നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ഈ വിശുദ്ധ നിമിഷങ്ങളിൽ ആയിരിക്കുവാൻ സാധിച്ചതിൽ അങ്ങയുടെ അവർണ്ണനീയമായ സ്നേഹത്തെ അനുഭവപ്പെടുവാനായിട്ട് അവിടുത്തെ സ്നേഹം ഞങ്ങളിൽ പ്രത്യക്ഷ രൂപത്തിൽ സ്പർശിച്ചുകൊണ്ട്, കണ്ടുകൊണ്ട്, രുചിച്ചുകൊണ്ട് അനുഭവപ്പെടുവാനായിട്ട് തിരുവോസ്തിയുടെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യേ ആയിരിക്കുന്നതിന് ഓ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ബലഹീനരായിരുന്നിട്ടും ഞങ്ങളെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണല്ലോ അങ്ങയുടെ ജീവൻ ത്യാഗമായി ഞങ്ങൾക്ക് നൽകിയത്. പാപികളായിരുന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ അവിടുത്തെ സ്നേഹം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന തിരുരക്തത്താലും ജലത്താലും ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ഓ ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. സങ്കീർത്തകനോട് കൂടെ ചേർന്ന് ഞങ്ങളും ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ്റെ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. ഓ കർത്താവേ, എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും ഭവനങ്ങളിലും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളോടുകൂടെ തന്നെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുറവുകളോടുകൂടെ തന്നെ അവിടുത്തെ തിരുമുറിവുകളോട് ചേർത്ത് ഞങ്ങളെ പിടിക്കുന്നു. അവിടുത്തെ കാരുണ്യത്തിൻ്റെ ആ തിരുമുറിവുകളോട് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഇന്ന് ഈ കരുണയുടെ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് വിചിന്തനത്തിനായിട്ട് നമ്മൾ കടന്നു വരുന്നത് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ആ മനോഭാവം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരു ചോദ്യം വളരെ ആപ്തമാണ്. എൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എന്തു ചെയ്തേനെന്ന് നമുക്ക് ചോദിക്കാം. എൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എൻ്റെ കുടുംബങ്ങളിൽ, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ ജോലി മേഖലകളിൽ ഞാൻ എങ്ങനെ പെരുമാറുമായിരുന്നു, എങ്ങനെ സംസാരിക്കുമായിരുന്നു, എങ്ങനെ ജീവിക്കുമായിരുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഗലാത്യയുടെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ 3:7 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ച നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 13 14 തിരുവചനം: കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോ നമ്മളേവരെയും വിളിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവാനായിട്ടാണ്. ഈശോയെ ധരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മനോഭാവത്തെ നമ്മൾ സ്വന്തമാക്കുക എന്നാണ്. ഈശോയുടെ ആ മനോഭാവത്തെ നമ്മൾ സ്വന്തമാക്കുക. ഈശോയുടെ മനോഭാവം എന്താണ്? കരുണയുടെ മനോഭാവം, സ്നേഹത്തിൻ്റെ മനോഭാവം, ക്ഷമയുടെയും സഹനത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും ത്യാഗത്തിൻ്റെയും മനോഭാവമാണ്. നമുക്ക് ഈ മനോഭാവങ്ങളെ നമ്മുടെ നെഞ്ചിലേറ്റിക്കൊണ്ട്
നമുക്ക് കർത്താവായ യേശുവിനോട്, കാരുണ്യവായ യേശുവിനോട് നമുക്ക് ഈ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ മനോഭാവത്തിൻ്റെ ചില ധ്യാനങ്ങൾ നമുക്ക് നൽകുന്ന മത്തായി സുവിശേഷകന്റെ 18-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ പരസ്പരം തിരുത്തുക എന്ന ശീർഷകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. പരസ്പരം തിരുത്തുക. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്കു കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2 3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1 2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. അവൻ നിനക്ക് വിജാതീയനെ പോലും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ എന്ന് ഈശോ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാമെന്ന് നമുക്ക് തോന്നിയേക്കാം. ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അവഗണിക്കുക എന്നും ചിന്തിച്ചു പോയേക്കാം. പക്ഷേ അവിടെയെല്ലാം നമ്മളെ ഇന്ന് കൊണ്ടുവരുന്നത് യേശു ക്രിസ്തു എപ്രകാരമാണ് വിജാതീയരോടും ചുങ്കക്കാരോടും കൂടെ അവിടെ സമീപിച്ചിരുന്നതെന്നാണ്. യേശു ക്രിസ്തു എപ്രകാരമാണ് വിജാതീയരോടും ചുങ്കക്കാരോടും തൻ്റെ ജീവിതത്തിലൂടെ അവരോട് കൂടെ ചേർന്ന് ജീവിച്ചതെന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സഹോദരങ്ങളെ വീണ്ടെടുക്കുന്ന ആ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ സഹോദരങ്ങളെ ഉപേക്ഷിക്കാതെ അവരെ വീണ്ടെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഇതിന് ഉദാഹരണമായിട്ട് നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചനത്തിൽ വിജാതീയരോട് എങ്ങനെ ഈശോ പെരുമാറിയെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സമരിയക്കാരിയായ സ്ത്രീയോട് കർത്താവ് എങ്ങനെയാണ് പെരുമാറിയെന്ന്. സമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് ഈശോ അവളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ, ഒരു പുതിയ ഉണർവിൻ്റെ, ഒരു പുത്തൻ സൃഷ്ടിയുടെ ഒരു ജീവിതമാണ് സമരിയക്കാരിയുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്നപ്പോൾ നൽകിയത്. ഒരു ജീവന്റെ ജലം നൽകിക്കൊണ്ട് ഈശോ ഈ സമരിയക്കാരി ജീവിതത്തിൽ കടന്നു വന്ന് ആ ജീവിതം മാറ്റിമറിക്കുന്നതായിട്ട് സുവിശേഷകൻ നമ്മളോട് പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ സീറോഫിനേഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തെ വിലമതിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. യഹൂദനായിരുന്നിട്ടും സീറോഫിനേഷ്യൻ സ്ത്രീയെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ജനങ്ങളുടെ മധ്യേ ആയിരുന്നിട്ട് പോലും ഈശോ അവരുടെ വിശ്വാസത്തെ വിലമതിച്ചുകൊണ്ട് പ്രശംസിക്കുന്നതായിട്ട് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ ചുങ്കക്കാരനായ സക്കേവൂസിന്റെ പേരെടുത്ത് ചൊല്ലിക്കൊണ്ട്, അവന്റെ പേര് പറഞ്ഞുകൊണ്ട് സക്കേവൂസിന്റെ ഭവനത്തിൽ കടന്നു വന്ന് സക്കേവൂസിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ഈ ഭവനത്തിൽ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഈശോയാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. സക്കേവൂസ് ഒരു പുതിയ മനുഷ്യനായി തനിക്കുള്ള സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അബ്രഹാത്തിൻ്റെ പുത്രനാണെന്ന് എന്നുള്ള ബോധ്യത്തിൽ കൊണ്ടുവരുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം 9 മുതലുള്ള തിരുവചനത്തിൽ ചുങ്കക്കാരനായ മത്തായിയെ തൻ്റെ ശിഷ്യനായി കർത്താവായ ഈശോ തെരഞ്ഞെടുക്കുകയാണ്. ചുങ്കക്കാരനായ മത്തായിയെ, ചുങ്കക്കാരനായിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാതെ, സമൂഹത്തെ പറ്റി ചിന്തിക്കാതെ അവനെ സ്വന്തം ശിഷ്യനായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഈശോ മത്തായിയുടെ സുവിശേഷത്തിലൂടെ തൻ്റെ സഹോദരനെ നേടണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സഹോദരനെ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവനെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക എന്നല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവനെ സ്നേഹത്തോടെ, കരുണയോടെ, അനുകമ്പയോടെ, കരുതലോടെ അവനെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കണമെന്നാണ്. നമ്മുടെ ജീവിതത്തിലും ഇന്ന് നമ്മുടെ ഈ കരുണയുടെ നിമിഷങ്ങളായിരിക്കുമ്പോൾ ഈശോയുടെ ആ മനോഭാവം സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ
ആ മനോഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയും വിദ്വേഷത്തോടോ പകയോടോ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയോ വെറുപ്പിൻ്റെ സാഹചര്യത്തിലൂടെയോ കടന്നു പോകേണ്ട സമയത്തൊക്കെ നമുക്ക് ചിന്തിക്കാം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ കാരുണ്യവാനാണ്, ക്ഷമിക്കുന്നവനാണ്, വീണ്ടെടുക്കുന്നവനാണ്, അനുകമ്പാലുവാണ്. നമുക്ക് ഈ പ്രാർത്ഥനയോടെ, ഈ അപേക്ഷയോടെ കാരുണ്യവാനായ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മനോഭാവം എന്നിലുണ്ടാകണമേ നമുക്ക് അപേക്ഷിക്കാം. ഈശോയുടെ ആ സ്നേഹം എന്നിലുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ നമ്മളെ ഓർപ്പെടുത്തിയിരിക്കുന്ന പോലെ ക്രിസ്തുവിനെ ജ്ഞാനസ്നാനത്തിലൂടെ നിങ്ങൾ ധരിച്ചിരിക്കുന്നു. റോമാക്കാട് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന പോലെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. നമുക്കും ആ യേശു ക്രിസ്തുവിനെ ധരിക്കുവാനായി, യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുവാനായിട്ട് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ നെഞ്ചിലേറ്റിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. കരുണാവായ ഈശോയെ, ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ നിമിഷവും എൻ്റെ സ്ഥാനത്ത് ഈശോ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ട്, എൻ്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ന് എങ്ങനെ പെരുമാറുമായിരുന്നു, എങ്ങനെ സംസാരിക്കുമായിരുന്നു, എങ്ങനെ ക്ഷമിക്കുമായിരുന്നു, എങ്ങനെ സ്നേഹിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട്, ആ മനോഭാവത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ കാരുണ്യവാന ഈശോയുടെ ആശീർവാദവും സ്നേഹവും സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും